കരുവന്നൂർ കേസിൽ CPM കടുത്ത പ്രതിരോധത്തിലാണ്. ED CPMന്റെ സ്വത്തുവകകൾ കണ്ടെടുത്ത സാഹചര്യത്തിലാണ് പാർട്ടി അങ്ങേയറ്റം പ്രതിരോധത്തിലായിരിക്കുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് ശേഷം രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആണ്. എന്നാൽ ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടുക എന്ന അതിർകടന്ന നടപടിയിലേക്ക് ED എത്തുമ്പോൾ എത്രമാത്രം ആർജവത്തോടെ അതിനെ പ്രതിരോധിക്കാൻ CPMന് കഴിയും? പ്രയാസമാണ്. നേരത്തെ അന്തരീക്ഷമല്ല ഇപ്പോൾ ആ പാർട്ടി നേരിടുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരുമായി ബന്ധപ്പെട്ട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. കണ്ണൂര് ഇപ്പോൾ പുതിയതായി പുറത്തുവരുന്ന വിവരങ്ങൾ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളാണ്. അത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചതുമാണ്. CPMന്റെ കണ്ണൂരിലെ ഉന്നത നേതാക്കന്മാർക്ക് എങ്ങനെയൊക്കെയാണ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളത്, അവർ ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമ്പോൾ രക്ഷകരായി വരുന്നത് ഈ കൊട്ടേഷൻ സംഘങ്ങളാണ്, അവർ ഏതൊക്കെ വിധത്തിൽ പ്രവർത്തിക്കുന്നു, ഈ കാര്യങ്ങളാണ് മനുവിന്റെ വെളിപ്പെടുത്തലായി പുറത്തു വന്നത്. അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് CPMന്റെ തട്ടകമായ കണ്ണൂരിലെ പാർട്ടി നേതൃത്വം. അപ്പോൾ കണ്ണൂരിൽ പാർട്ടി ഒരു വിധത്തിലുള്ള അക്രമ രൂപത്തിലൂടെ പോകുന്നു. അതുമാത്രമല്ല തെറ്റായ ധനസമാഹരണ രീതികളിലൂടെ പോകുന്നു. അത്തരം ശക്തികളെ വളർത്താൻ അനുകൂലമായ നിലപാടുമായി നിൽക്കുന്നു. തൃശ്ശൂരിൽ സഹകരണ കൊള്ളയുമായി ആ പാർട്ടി മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒരു ചിത്രമാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ EDയും മോദിയും വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കരുവന്നൂരിൽ തീർത്ത പ്രതിരോധം ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ CPMന് കഴിയാതെ വരികയും ചെയ്യുന്നു. ഇതാണ് CPM പുതുതായി ഈ വിഷയത്തിൽ നേരിടുന്ന അഗാധമായ പ്രതിസന്ധി. ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടും കണ്ണൂരുമായി ബന്ധപ്പെട്ടും ഉയർന്ന വിവാദങ്ങൾക്ക് മറ്റൊരു താരതമ്യം കൂടിയുണ്ട്, മറ്റൊരു സാമ്യം കൂടിയുണ്ട്. കണ്ണൂരിൽ മനു തോമസ് ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി P. ജയരാജന്റെ മകനും P. ജയരാജനും ഒക്കെയുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞ് വിശദീകരിച്ച കാര്യങ്ങളെല്ലാം പുറത്തല്ല പറയുന്നത്. ആദ്യം പാർട്ടിക്കകത്ത് തന്നെയാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. അതെല്ലാം അവിടെ ഒതുക്കപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത പരാതിയും കുഴിച്ചു മൂടപ്പെട്ടു. പിന്നീട് ഇപ്പോഴാണ് അതെല്ലാം ഒരു വെളിപ്പെടുത്തലിന്റെ സ്വഭാവത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെയായിരുന്നു തൃശ്ശൂരിൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും. അതിനകത്ത് നിന്ന് തന്നെ പരാതികൾ ഉയർന്നു. അതിനകത്ത് തന്നെ അത് കുഴിച്ചു മൂടപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം നിക്ഷേപകരടക്കം അവരുടെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞ സാഹചര്യത്തിൽ ആ ഘട്ടത്തിൽ പേരിന് ചില നടപടികളിലേക്ക് കടക്കുന്നു. ചില ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഗൗരവതരമായ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും CPM കടന്നില്ല. ശരിയാണ്, പോലീസ് സംഘത്തെ വെച്ച് അന്വേഷിക്കുകയൊക്കെ ഉണ്ടായി. ആ FIRന്റെ ചുവട് പിടിച്ചാണ് EDക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അവസരം കിട്ടിയതും. ഈ സാഹചര്യത്തിലാണ് ED ഇപ്പോൾ ഈ കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ CPMനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ വർഷം ജനുവരിയിൽ ആദ്യം തന്നെ ED CPMുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയല്ല ചെയ്തത്. ED ഔദ്യോഗികമായി തന്നെ രേഖാമൂലം ഇത് 3 കേന്ദ്രങ്ങളെ അറിയിക്കുകയുണ്ടായി. ഒന്ന് റിസർവ് ബാങ്കിനെയാണ്, മറ്റൊന്ന് ധനകാര്യ മന്ത്രാലയത്തെയാണ്, മൂന്നാമതായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയുമാണ്. ഈ ഘട്ടത്തിൽ ED പറഞ്ഞൊരു കാര്യമുണ്ട്. CPMന് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് 25 രഹസ്യ അക്കൗണ്ടുകളുണ്ട്. 17 ഏരിയ കമ്മിറ്റികളുടെ പേരിലാണ് ആ രഹസ്യ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത് എന്നു മാത്രവുമല്ല അവിടുത്തെ കള്ളപ്പണ ഇടപാടുകളുടെ മുഴുവൻ വിവരങ്ങളും പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ ഗുണഭോക്താക്കളായും ഈ നേതാക്കന്മാരും പാർട്ടി സംവിധാനവും മാറിയിട്ടുണ്ട്. ഇതെല്ലാം അന്ന് ചൂണ്ടിക്കാട്ടപ്പെടുകയുണ്ടായി. എന്നു മാത്രവുമല്ല കഴിഞ്ഞ വർഷത്തിൽ ഈ പറയുന്ന CPM കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ബന്ധപ്പെട്ട ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടും നൽകുകയുണ്ടായി. അതിൽ ഈ 25 അക്കൗണ്ടുകളെ പറ്റി ഒന്നും പറയുന്നില്ല എന്നും ED ഈ 3 കേന്ദ്രങ്ങൾക്ക് രേഖാമൂലം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ 25 അക്കൗണ്ടുകൾ മൂടിവെക്കപ്പെട്ടു. അതിലെ ധനസ്രോതസ്, അതിലെ ഇടപാടുകൾ ഇതെല്ലാം മൂടിവെക്കപ്പെട്ടു. അത് ദുരൂഹമായിരുന്നു. ഇപ്പോൾ ED ഈ സ്വത്തുവകകൾ കണ്ടെത്തുമ്പോൾ, ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം പ്രത്യേകമായി. ഈ 25 അക്കൗണ്ടുകളിൽപ്പെട്ട 8 അക്കൗണ്ടുകളാണ് ഇപ്പോൾ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ EDക്ക് ലഭ്യമായിരിക്കുന്നുവെന്നും ആ കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തിന് EDയോട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുകൂടി വ്യക്തമാവുകയാണ്. നാം പലവട്ടം കണ്ടതാണ് MM വർഗീസ് ED ഓഫീസിൽ കയറി ഇറങ്ങുന്നത്. ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ED MM വർഗീസിനോട് തേടുകയും ഉണ്ടായി. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ വിവരങ്ങൾ തനിക്കറിയില്ല എന്നാണ്. മാത്രമല്ല ലഭ്യമായ വിവരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ ED ഈ വിഷയത്തിൽ സ്പെസിഫിക്കായി നടത്തിയ ചോദ്യങ്ങൾക്ക്, അതിലാവശ്യപ്പെട്ട രേഖകൾക്ക് ഒന്നും അനുകൂലമായി MM വർഗീസ് പ്രതികരിക്കുകയുണ്ടായില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ 8 അക്കൗണ്ടുകൾ അടക്കം
അടക്കം സ്ഥാവര ജംഗമ വസ്തുക്കൾ മരവിപ്പിക്കുകയും CPM-നെ പ്രതിസ്ഥാനത്തെപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം ED-ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. ED-യെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ കാര്യങ്ങളിൽ ED-ക്ക് പിന്നെ CPM-നെ വേട്ടയാടാൻ പറ്റിയിട്ടില്ല എന്ന് രണ്ട് സന്ദർഭങ്ങൾ ഞാൻ പറയാം. ഒന്ന്, PR അരവിന്ദാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. PR അരവിന്ദാക്ഷനാണ് CPM-മായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അകത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം വടക്കാഞ്ചേരി കൗൺസിലറാണ്. ഈ PR അരവിന്ദാക്ഷനും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി കരുതപ്പെടുന്ന P സതീഷ് കുമാറും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ED പുറത്തുവിട്ടത്. അപ്പോൾ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അന്ന് പൊതുമധ്യത്തിൽ വരികയുണ്ടായി. അത് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ PR അരവിന്ദാക്ഷന്റെ 90 വയസ്സുള്ള അമ്മയ്ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിലൂടെ ലക്ഷോപലക്ഷങ്ങൾ കടന്നു പോവുകയുണ്ടായി. എന്നും മാത്രവുമല്ല, ആ അക്കൗണ്ടിൽ അതിൻ്റെ അനന്തരാവകാശിയായി പേര് ചേർത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാന കണ്ണിയാക്കപ്പെട്ടിരിക്കുന്ന P സതീഷ് കുമാറിന്റെ സഹോദരൻ ശ്രീജിത്തിന്റെ പേരാണ്. ഇതൊക്കെയാണെന്ന് പുറത്തു വന്നത്. അങ്ങനെ വന്നപ്പോൾ PR അരവിന്ദാക്ഷൻ കൃത്യമായി ഈ വിഷയത്തിൽ കള്ളപ്പണ ഇടപാടുകളിൽ ഇടപെട്ടിട്ടുണ്ട്, അമ്മയുടെ അക്കൗണ്ട് അടക്കം ഈ കാര്യത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അധികൃതരെ അടക്കം ED പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നാം എന്താണ് കണ്ടത്? പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അധികൃതർ ED-യോട് പറയുകയുണ്ടായി, ഇത് PR അരവിന്ദാക്ഷന്റെ അമ്മയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് അല്ല, അതേ പേരിലുള്ള മറ്റൊരാളുടെ അക്കൗണ്ടാണ് എന്ന്. അപ്പോൾ ED കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ കഥ ഭസ്മമായി. ഇങ്ങനെ ED കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥകൾ തെറ്റാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ED-ക്ക് അതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് പാർട്ടി 1 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴായിരുന്നു. വല്ലാതെ CPM-നെ പ്രതിരോധത്തിലാക്കിയ വിഷയവുമായിരുന്നു അത്. എന്നു മാത്രവുമല്ല, ആ 1 കോടി രൂപ മടക്കി കൊണ്ടുവരാൻ IT വകുപ്പ് ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ നേതൃത്വം അത് മടക്കി കൊടുക്കുന്നു. CPM-നെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായ ഒരു വിഷയം തന്നെയായിരുന്നു അത്. പക്ഷെ പിന്നീട് CPM ജില്ലാ നേതൃത്വം ഒരു കാര്യം വ്യക്തമാക്കുകയുണ്ടായി, അത് ആ ബാങ്കിന് പറ്റിയ സാങ്കേതികമായ പിഴവാണ് എന്ന്. കൃത്യമായി വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് CPM അന്ന് പൊതുമണ്ഡലത്തിൽ അതിനെ ന്യായീകരിച്ചത്. M വർഗീസ് തന്നെയാണ് രംഗത്ത് വന്നത്. M വർഗീസ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശരിയായ പാൻ നമ്പറാണ് CPM കൊടുത്തത്. പക്ഷെ അവിടെ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ അത് എഴുതിയപ്പോൾ അവർക്ക് പിശക് സംഭവിച്ചു. AAATC 0400A ഇതാണ് ശരിയായ പാൻ നമ്പർ. ഇതിൽ Tക്ക് പകരം J എന്നാണ് ബാങ്ക് അധികൃതർ എഴുതി ചേർത്തത്. അതുമായി ബന്ധപ്പെട്ട പിശകുകളാണ് സംഭവിച്ചത് എന്നാണ് M വർഗീസ് പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധികൃതർ ഈ കാര്യത്തിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് CPM നേതൃത്വത്തിന് കത്ത് നൽകിയെന്നും പറഞ്ഞു. തുടർന്ന് ED-യുടെയും IT-യുടെയും ഒന്നും ഈ കാര്യത്തിൽ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നത് ശ്രദ്ധേയമാണ്. എന്ന് മാത്രവുമല്ല, ആ പണം മരവിപ്പിക്കപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോഴും. അത് തിരികെ നേടിയെടുക്കുന്നതിനുള്ള നിയമപരമായ നടപടികളിലേക്ക് CPM കടക്കുകയും ചെയ്തു. ഈ രണ്ട് സംഭവങ്ങൾ ബോധ്യപ്പെടുന്നത് എന്താണ്? ED-ക്ക് പിഴവ് പറ്റാം, CPM-ന് പിഴവ് പറ്റാതെ ഇരിക്കാം. പറ്റാത്ത പിഴവുകൾ ED-ക്ക് പറ്റിയതാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. ആ കാര്യം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. CPM-ന്റെ ആ നിലപാടിനൊപ്പം അത് ശരിവെച്ചുകൊണ്ട് പൊതുസമൂഹവും നിൽക്കുന്നു. എന്നാൽ ഈ 25 അക്കൗണ്ടുകളുടെ കഥ അങ്ങനെയല്ല. ഈ 17 ഏരിയ കമ്മിറ്റികൾ എന്തിനിങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും CPM-ന് വ്യക്തമായ മറുപടിയില്ല. ആ ഘട്ടത്തിലാണ് ED അവരെ പൂട്ടിയിരിക്കുന്നത്. ഇവിടെ ED-യുടെ അന്വേഷണവും IT-യുടെ അന്വേഷണവും ഒക്കെ ഏത് വിധത്തിലും പോയിക്കൊള്ളട്ടെ, CPM ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ധാർമ്മികമായി ഈ ഘട്ടത്തിൽ നേരിടുന്ന ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, CPM-ന് ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 8 അക്കൗണ്ടുകൾ എങ്ങനെ, അതിലെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ എന്ന്. അപ്പോൾ സ്രോതസ്സുകൾ വെളിപ്പെടുത്താൻ കഴിയാത്ത ഈ പണം എന്തായിരുന്നു? കള്ളപ്പണമായിരുന്നില്ലേ? ഈ കള്ളപ്പണം വെച്ചുകൊണ്ടല്ലേ CPM അങ്ങനെയെങ്കിൽ സ്ഥലം വാങ്ങിയത് അവരുടെ പാർട്ടി ഓഫീസ് കെട്ടാൻ? ഇനി പാർട്ടി ഓഫീസുകൾ തന്നെ കെട്ടിയതും ഈ പണം ഉപയോഗിച്ചാണോ? തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചത് പ്രചാരണത്തിനടക്കം ഈ കള്ളപ്പണമായിരുന്നോ? ഈ ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ED ഇപ്പോൾ ഇതെല്ലാം കണ്ടുകെട്ടിക്കൊണ്ട് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിലോ? എന്താണ് ആ തുടർ നടപടി? പ്രധാനമന്ത്രി തന്നെ ഈ കരുവന്നൂർ പരാമർശിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് PMLA ആക്ട് ഭേദഗതി ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട വിചാരണ കോടതിക്ക് ഇങ്ങനെ കണ്ടുകെട്ടിയിരിക്കുന്ന സ്വത്തുകൾ ഈ പറയുന്ന പരാതിക്കാർക്ക് വിതരണം ചെയ്യാൻ കഴിയും. ആ ഘട്ടത്തിലേക്ക് ED കടന്നാൽ ഈ പറയുന്ന വിചാരണ തുടങ്ങുന്ന ഘട്ടത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പറയുന്ന നിക്ഷേപകരെ ആര് കബളിപ്പിച്ചു എന്നാണ് അപ്പോൾ തെളിയുക. അങ്ങനെ കബളിപ്പിച്ച പാർട്ടി അതിന്റെ മറവിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കി കൂട്ടിയത് എന്ന കാര്യം കൂടിയല്ലേ പുറത്തു വരുന്നത്. അപ്പോൾ പാർട്ടിയുടെ അനുഭാവികൾ, പാർട്ടി ബന്ധുക്കൾ, പാർട്ടി പ്രവർത്തകർ അവരുടെ ചെറിയ വരുമാനം ഈ പാർട്ടി സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സൊസൈറ്റികളിൽ നിക്ഷേപിച്ചപ്പോൾ പാർട്ടിക്ക് അതിൽ കള്ളക്കണ്ണുണ്ടായിരുന്നു എന്നല്ലേ തെളിയുന്നത്. ആ പണം തിരിച്ചു പിടിച്ച് ഈ നിക്ഷേപകർക്ക് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പാവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത്, ഈ പാർട്ടി ഓഫീസുകളുടെ ജനകീയ മുഖം അതാണ് എന്ന് പറയുന്ന ഈ CPM-ന്റെ പാടി പതിഞ്ഞ ഈരടികളല്ലേ
വൃഥാവിലായി പോകുന്നത്. എന്ന് മാത്രമല്ല, ഇവരെപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതീകമുണ്ടല്ലോ, പാലോറ മാതായുടെ ത്യാഗം, പാർട്ടി കൂറ്, ദേശാഭിമാനിയോടുള്ള സ്നേഹം, ഇതൊക്കെ എത്ര വട്ടമാണ് CPM പാടി നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ പാലോറ മാതയെ ദേശാഭിമാനി ഓർത്ത ദിവസം കൂടെ പറയാം. സെപ്റ്റംബർ 22, 2021. ദേശാഭിമാനി എങ്ങനെയാണ് പാലോറ മാതയെ പ്രകീർത്തിച്ചുകൊണ്ട് പുതിയ വരിസംഖ്യകൾ തേടുന്ന ഘട്ടത്തിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്നത് ഞാൻ വായിക്കാം. 1946 ദേശാഭിമാനി പത്രം കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഓമനിച്ചു വളർത്തിയ പശുക്കിടാവിനെ സംഭാവനയായി നൽകി പാലോറ മാത. അങ്ങനെ പാർട്ടിയോടും പത്രത്തോടുമുള്ള കൂറ് പ്രഖ്യാപിച്ചു. പാവങ്ങളുടെ പടത്തലവൻ AKGക്കാണ് കൈമാറിയത്. പാലോറ മാത പശുക്കിടാവിനെ നൽകിയത് സാധാരണക്കാർ പാർട്ടിയെയും പത്രത്തെയും എങ്ങനെ മാറോട് ചേർക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. 1949 ആ അമ്മ വിട പറഞ്ഞെങ്കിലും ഇന്നും ജനമനസ്സിൽ ജീവിക്കുന്നു. അങ്ങനെ ജനമനസ്സിൽ പാലോറ മാത ജീവിക്കുന്നുവെന്ന് ഈ പാർട്ടിക്ക് ബോധ്യമുണ്ടായെങ്കിൽ ആ പാലോറ മാത ഇത് കാണുന്നില്ലേ? അവരുടെ ത്യാഗമെന്ന് പറയുന്നത് ഇങ്ങനെ ദുഷ്ടശക്തികൾക്ക് വിലസാനുള്ള ഒരു താവളം ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പടിയായിരുന്നു എന്ന ബോധ്യം അവരെത്ര വേദനയോടെയാണ് തിരിച്ചറിയുക. അതിന് പാർട്ടിയും ഈ പറയുന്ന പാർട്ടി നേതൃത്വവും എല്ലാം മറുപടി പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ പാലോറ മാത എന്ന അക്ഷരം ഇനി മിണ്ടിപ്പോകരുത്. ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കരുവന്നൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കണ്ണൂരിലെ കൊട്ടേഷൻ സംഘത്തിന്റെ പേരിൽ മാത്രമല്ല പാർട്ടിക്ക് ദുഷ്കീർത്തിയുള്ളത്. കണ്ണൂരെയും പാലക്കാട്ടെയും കൊല്ലത്തെയും 3 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യം കൊല്ലത്തെ തട്ടിപ്പിലേക്ക് വരാം. ആ തട്ടിപ്പിന്റെ ഇപ്പോൾ തുടക്കം മാത്രമല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നത് നന്നായിരിക്കും, പാർട്ടി നേതൃത്വം അടക്കം. ഉമയനെല്ലൂർ, മയ്യന്നൂർ, പിന്നെ ഒരു ബാങ്കും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിക്ക് അവിടെ തുടക്കമിട്ടിട്ടുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങുന്നത്. ഇതൊന്നും സഹകരണ മേഖലയെ സംബന്ധിച്ച് ചെയ്യേണ്ട പ്രവർത്തികളല്ല. ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും അത് എന്തൊക്കെ തട്ടിപ്പുകൾക്ക് വഴിവെക്കുകയും ചെയ്തു എന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അപ്പോൾ കൊല്ലത്തും വരികയാണ് ഒരു സൂപ്പർ മാർക്കറ്റ്. അതൊരു മോളിൻ്റെ ഭാഗമായിട്ടാണ് വരാൻ പോകുന്നത്. ആ മോളിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ഡ്രീംസ് എന്നാണ് ആ മോളിന് വരാൻ പോകുന്ന പേര്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നിർമ്മാണ പ്രവൃത്തികളെല്ലാം ആർക്കാണ് നൽകിയിരിക്കുന്നത് എന്നതാണ്. ഒരത്ഭുതവും വേണ്ട, പാർട്ടിക്ക് പ്രിയപ്പെട്ട കൂട്ടർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കോൺട്രാക്ട്, ഊരാളുങ്കലിന്. ഇപ്പോൾ ഈ ഉമയനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഫത്തുഹുദ്ദീനാണ്, ഏരിയ കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തീവെട്ടിക്കൊള്ള നടക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ, പാർട്ടി നേതാക്കന്മാർ ഇനിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ തെറ്റുതിരുത്തലിനായി വ്യഗ്രത പൂണ്ട് നടക്കുന്ന MV ഗോവിന്ദൻ അടിയന്തരമായി കൊല്ലം ജില്ലാ കമ്മിറ്റി സന്ദർശിക്കണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടത്തണം, ഇടപെടൽ നടത്തണം, ഈ കാര്യങ്ങളെല്ലാം അവിടെ റദ്ദാക്കണം. അല്ലെങ്കിൽ ഈട് ഞങ്ങളെ കൊല്ലത്തും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന വിലാപകാവ്യം MV ഗോവിന്ദൻ രചിക്കേണ്ടി വരും. അടുത്തത് ഈ പറയുന്ന കണ്ണൂർ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ പയ്യന്നൂരിൽ നിന്നുള്ള TI മധുസൂദൻ MLA ഏതൊക്കെ തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയെന്നതിൻ്റെ വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളോടൊക്കെ എത്ര കൂറുള്ള പ്രസ്ഥാനമാണെന്ന് ആലോചിച്ചോണം. പ്രത്യേകിച്ച് കണ്ണൂരിൽ അതിൻ്റെ പെരുമ വാതോരാതെ ഘോഷിക്കുന്ന കൂട്ടരാണ്. അവിടെയും വെട്ടിപ്പ് നടത്തി. 2017 ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് വെട്ടിച്ചു. 2021 തെരഞ്ഞെടുപ്പ് ഫണ്ടിലും ക്രമക്കേട് നടത്തുകയുണ്ടായി. അപ്പോൾ ഒരു അവസരവും വിട്ടുകളയുന്നില്ല, ഒരു സാധ്യതയും വിട്ടുകളയുന്നില്ല. കരുവന്നൂർ വലിയ സൊസൈറ്റിയും ചിട്ടിത്തട്ടിപ്പും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറു പതിപ്പായിരുന്നു മധുസൂദന്റെ നേതൃത്വത്തിൽ അവിടെ ഇറങ്ങേറിയത്. 15,000 പേരിൽ നിന്ന് 1,000 രൂപ വീതം പിരിച്ച് ചിട്ടി നടത്തി പണം കണ്ടെത്തുന്നു എന്നായിരുന്നു പുറമേ പറഞ്ഞത്. എന്നാൽ ഈ പറയുന്ന പിരിച്ച തുക ചിട്ടിക്കണക്കിൽ ഉൾപ്പെടുത്താതെ ലക്ഷങ്ങൾ വെട്ടിക്കുകയായിരുന്നു. 80 ലക്ഷത്തോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പാർട്ടി നേതൃത്വത്തിനോടുത്ത പരാതിയിൽ പറയുന്നത്. കമ്മീഷനെയൊക്കെ വെക്കുകയും ചെറിയ തരം താഴ്ത്തൽ നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തെങ്കിലും അതിനപ്പുറത്തേക്ക് ആരെയും തൊടാൻ പോയില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ്. 42 ലക്ഷം രൂപ 2 നേതാക്കളുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ടായി ഇടുന്നു. അത് പയ്യന്നൂരിൽ ഒരു റൂറൽ ബാങ്കിലാണ്. അപ്പോൾ അവനവൻ്റെ നോട്ടം അവിടെ എത്തിക്കോളുമല്ലോ. എന്നിട്ട് പാർട്ടി അറിയാതെ തന്നെ ആ പണം പിൻവലിക്കുകയാണ്. പിൻവലിക്കുന്നതിന് മുൻപ് അതിൻ്റെ പലിശ പറ്റുകയാണ്. എന്തൊരു രക്തസാക്ഷി കുടുംബ സ്നേഹമാണ് മധുസൂദൻ അടക്കമുള്ള കണ്ണൂരിലെ CPM നേതാക്കൾക്കെന്ന് ഇതിൽ നിന്ന് തെളിയുന്നില്ലേ? ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിലും മധുസൂദൻ തട്ടിപ്പടത്തുകയാണ്. ധാരാളമായി പിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി വ്യാജമായി കൂപ്പൺ രസീതുകൾ അച്ചടിച്ച് അങ്ങനെയും പണമുണ്ടാക്കി അത് പാർട്ടി കണക്കിൽപ്പെടുത്തിയില്ല. ഈ പറയുന്ന പ്രസിഡന്റ് ഉടമ തന്നെ പാർട്ടി കമ്മീഷന് മുൻപാകെ തെളിവുകൾ നൽകിയപ്പോഴാണ് ആ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലും എങ്ങനെയൊക്കെയാണ് ഈ കള്ള ചൂതാട്ടത്തിന് ഈ പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും നിൽക്കുന്നത് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പോലും എന്നത് ഇപ്പോൾ വെളിവാവുകയാണ്. ഇത് തന്നെയാണ് അനിലക്കര ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയിൽ കരുവന്നൂരുമായി ബന്ധപ്പെട്ടും പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വേഗം നോക്കാം. ആ കണക്കുകൾക്കായി കരുവന്നൂരിലേക്ക് വീണ്ടും വരും മുൻപ് പാലക്കാട്ട് PK ശശി നടത്തിയ ഒരു കൊള്ളയുടെ കഥ കൂടി പറയാം.
അതും നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ കരുവന്നൂർ പശ്ചാത്തലത്തിൽ ഇതൊക്കെ നാം പൊടിതട്ടി എടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോഴാണ് ഒറ്റ ജില്ലയിലെ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല കരുവന്നൂരിൽ കണ്ടത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുക. പി.കെ. ശശി പാർട്ടി ഫണ്ട് തിരിമറി നടത്തുന്നു. CPM-ന്റെ ഭരണത്തിന് കീഴിലുള്ള സഹകരണ ബാങ്കുകളിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു. മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിക്ക് കീഴിലുള്ള യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി എന്നിട്ട് ഈ ഫണ്ട് ദുർവിനിയോഗം നടത്തുന്നു. വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് 5.5 കോടിയിലധികം രൂപയാണ് ഇങ്ങനെ സമാഹരിച്ചത്. പാർട്ടി അറിയാതെ ഇങ്ങനെ സമാഹരിക്കുന്നു. പാർട്ടിയുടെ അനുമതിയില്ലാതെ എന്നിട്ട് സ്വാശ്രയ കോളേജ് തുടങ്ങുന്നു. ആ കോളേജിനായി 10 ഏക്കറോളം ഭൂമി വാങ്ങാനുള്ള നീക്കം നടത്തുന്നു. ഇതെല്ലാം പിന്നെ പാർട്ടിക്കകത്തുള്ളവർ തന്നെ കണ്ടെത്തി പാർട്ടി നേതൃത്വത്തിന് തെളിവ് സഹിതം പരാതി നൽകുകയാണ്. മണ്ണാർക്കാട്ടെ ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ മന്ദിരത്തിന്റെ നിർമ്മാണത്തിലും ഇതുപോലെ തന്നെ തട്ടിപ്പ് നടത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ പണമെല്ലാം സ്വന്തം പേരിൽ ഉള്ള അക്കൗണ്ടിൽ റൂറൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പണം സമാഹരിക്കുക, അതെല്ലാം സ്വകാര്യ നിക്ഷേപങ്ങളാക്കി മാറ്റുക, അവനവന്റെ താല്പര്യം സംരക്ഷിക്കുക, അവനവന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. അങ്ങനെ പല നേതാക്കൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഓരോരോ അധ്യായങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന്റെ ഒരു സംഘടിതമായ രൂപം നാം കരുവന്നൂരിൽ കാണുന്നു എന്ന് മാത്രം. ഇനിയാണ് ഞാൻ നേരത്തെ അനിലക്കര പറഞ്ഞ ഗൗരവതരമായ ആ വിമർശനത്തിലേക്കും ആരോപണത്തിലേക്കും വരുന്നത്. അത് അനിലക്കര ക്രൈംബ്രാഞ്ചിന് മുൻപാകെ തന്നെ മൊഴിയായി നൽകിയതുമാണ്. അനിലക്കര പറയുന്നത് ഈ കള്ളപ്പണമാണ് CPM കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂരിൽ ഉപയോഗിച്ചത് എന്നാണ്. ഓരോരോ തെരഞ്ഞെടുപ്പുകൾ ഉദാഹരിച്ചുകൊണ്ടാണ് അനിൽ അത് പറയുന്നത്. 2019 P.K. ബിജുവിന് വേണ്ടി ഈ കള്ളപ്പണം ഉപയോഗിക്കുകയുണ്ടായി. കരുവന്നൂർ, കുട്ടനെല്ലൂർ എന്നീ ബാങ്കുകളിൽ നിന്നുള്ള കമ്മീഷൻ തുകയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചതെന്നാണ് അനിലക്കര പറയുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ഈ കള്ളപ്പണം ഉപയോഗിക്കുകയുണ്ടായി എന്ന് അനിലക്കര പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരിങ്ങാലക്കുട, കുന്നംകുളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ കള്ളപ്പണം ഉപയോഗിച്ചു എന്ന് അനിലക്കര പറയുന്നു. ഏറ്റവും ഒടുവിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 കോടിയുടെ കള്ളപ്പണ ഇടപാടുകൾ പ്രചാരണത്തിന് വേണ്ടി CPM ഉപയോഗിച്ചുവെന്നും അനിലക്കര പറയുകയാണ്. ക്രൈംബ്രാഞ്ചിന് മൊഴിയും നൽകിയിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു അനന്തര ഫലമായി എന്താണ് സംഭവിച്ചത്? കരുവന്നൂർ വിഷയം തൃശ്ശൂരിൽ ആളിക്കത്തിച്ചു BJP, കോൺഗ്രസും കത്തിച്ചു. പക്ഷേ ആത്യന്തികമായി അതിന്റെ ഗുണഭോക്താക്കളായത് ഈ പറയുന്ന BJP ആണ്. കാരണം മോദി അവിടെ വരുന്നു, ഈ പണം തിരികെ നൽകുമെന്ന് മോദി വോട്ടർമാർക്ക് ഉറപ്പ് നൽകുന്നു. അത് വലിയ ഒരു പ്രഖ്യാപനമാണ്, വലിയൊരു ആഹ്വാനമാണ്, വലിയൊരു രക്ഷാകരമാണ്. അതിന്റെ ഫലം അവിടെ കിട്ടി. അപ്പോൾ CPM ഈ കള്ളപ്പണവും ചൂതാട്ടവുമായൊക്കെ നടക്കുമ്പോൾ ജയിച്ചു കയറുന്നത് വർഗീയ ശക്തികളെന്ന് അവർ വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതിനുള്ള പാതയൊരുക്കലായി അങ്ങനെയെങ്കിൽ ഈ പറയുന്ന CPM-ന്റെ കള്ള ചൂതാട്ടം. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ ഞെട്ടലോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. CPM 3ാം സ്ഥലത്തേക്ക് പോയ ഒരു മണ്ഡലം, ഒരു നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. ഈ കരുവന്നൂരിന്റെ പ്രഭവ കേന്ദ്രമാണ് അവിടം. അപ്പോൾ എങ്ങനെയാണ് CPM-ന്റെ അടിസ്ഥാന വോട്ട് അടക്കം മാറിപ്പോകുന്നത് BJP-യിലേക്ക്? ആരോടുള്ള വിശ്വാസക്കുറവാണ് അവിടെ CPM-ന് തിരിച്ചടിയായതും BJP-ക്ക് വളമായതും? ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ CPM മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മറ്റ് സമുദായ നേതാക്കന്മാരെയും മറ്റ് ഘടകങ്ങളെയും ഒക്കെ പഴിക്കുന്നതിന് പകരം ഒരു വിരൽ അവനവന്റെ നേർക്കുകൂടി ചൂണ്ടേണ്ടതാണ്. ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് എന്താകും എന്നതാണ് ഇനി ഏറ്റവും ഗൗരവതരമായി നാം മനസ്സിലാക്കേണ്ടത്. ഈ കരുവന്നൂർ തൃശ്ശൂരിൽ BJP-ക്ക് സഹായഹസ്തമായി. BJP അവിടെ ഒരു സീറ്റ് നേടുകയുണ്ടായി. എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് എത്ര സീറ്റ് കിട്ടിയോ അതിൽ തുല്യയോഗ്യതയോടെ BJP നിൽക്കുന്നു. 1-1. ഇതാണ് അവസ്ഥ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഈ കരുവന്നൂർ ഇഫക്റ്റിന്റെ ഗുണഭോക്താക്കളായ BJP അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പ്രതിധ്വനികൾ പാലക്കാടും ചേലക്കരയിലും അവർ പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായി CPM-നെ അവർക്ക് നിർവീര്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ K. മുരളീധരൻ പറയുകയുണ്ടായല്ലോ, ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട CPM-നെ BJP ബ്ലാക്ക്മെയിൽ ചെയ്തു. അങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 56,000 പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് CPM-ന്റെ ഉദ്യോഗസ്ഥർ തന്നെ സഹായകരമായി നിന്നു BJP-ക്ക് എന്ന്. അപ്പോൾ ഇങ്ങനെ CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് BJP തൃശ്ശൂരിൽ ജയിച്ചുവെങ്കിൽ തുടർന്നും CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവർക്ക് എവിടെയൊക്കെ ജയിച്ചുകൂടാ? പാലക്കാടും ചേലക്കരയും അങ്ങനെ CPM-നെ നിർവീര്യമാക്കാൻ, മരവിപ്പിച്ച് നിർത്താനാണ് ഈ കരുവന്നൂരിലെ അതിർ കടന്നിട്ടുള്ള നടപടിയെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ CPM മാത്രമല്ല ഇതിന് വില കൊടുക്കുന്നത്, കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയ കൂടിയാണ്. എന്ന് മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നാം കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് BJP-യുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1-ാം സ്ഥാനത്താണ്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 2-ാം സ്ഥാനത്തും. ഈ കളി BJP തുടർന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ 11+8 19 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് CPM അവിടെ നിർവീര്യമാകണം എന്ന അടുത്ത ആയുധം മോദി ഉപയോഗിക്കില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് അത് നിങ്ങളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടി മാത്രമായിരിക്കാം. പക്ഷേ കേരള സമൂഹത്തെ സംബന്ധിച്ച് CPM എന്ന് പറയുന്ന സംഘടനാ സംവിധാനം തന്നെ മരവിപ്പിച്ച് നിർത്തപ്പെടുന്ന അവസ്ഥയാവുകയാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതല്ല. അതുകൊണ്ട് പാലോറ മാതയുമായി ബന്ധപ്പെട്ട് പാർട്ടി പത്രത്തോടും പാർട്ടി സംവിധാനത്തോടും ഐക്യപ്പെട്ട് നിൽക്കുന്ന ഈ പാർട്ടി വിശ്വാസ
വിശ്വാസികൾ, പാർട്ടി ബന്ധുക്കൾ ഈ പാർട്ടിയെ തിരുത്താൻ ഇനി വൈകിക്കൂടാ.